അതുപോലെ എൻ്റെ തമ്പുരാന് ഞാൻ എന്ത് ചോദിച്ചാലും തരുന്ന തമ്പുരാനാണ്. എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനിയും പറയാൻ. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ സ്ഥലത്തുള്ള ഒരുപാട് വ്യക്തികൾക്ക് കുട്ടികളില്ലാത്തവരുണ്ട്, കുഞ്ഞുങ്ങൾക്ക് തലയ്ക്ക് മുഴയുള്ളവരുണ്ട്. അവരെല്ലാം ഇവിടെ വന്ന് ഒരു മാസത്തിൽ ഒരു 2 പേരെങ്കിലും വന്ന് ഉടമ്പടി എടുക്കും എൻ്റെ വാക്കുകൾ കേട്ടിട്ട്. പിന്നെ പേര് വസന്തകുമാരി എന്നാണ്. ഞാൻ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയ്ക്കടുത്ത പുത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. ആദ്യമായി ഞാൻ പറയുന്നതിന് മുൻപ് എൻ്റെ കൃപാസന മാതാവിനും എൻ്റെ ഈശോനാഥനും കൊടാനുകോടി നന്ദി പറയുകയാണ്. ഇത് എൻ്റെ കൊച്ചുമകനാണ്. ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. ആദ്യമായി ഞാൻ ഈ കൃപാസനത്തിൽ വരുന്നത് 23/3/2023 ആ ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാനും എൻ്റെ മക്കളും എൻ്റെ കുടുംബവും മറക്കാത്ത ഒരു ദിവസമായിരുന്നു. കാരണം ഞാൻ ഒരുപാട് സങ്കടത്തോടു കൂടി ഞാൻ ഇവിടെ വന്ന് എൻ്റെ ഒരേ ഒരു കാര്യം മാത്രമേ, എനിക്കൊന്നും അറിയത്തില്ല, അത് സങ്കടത്തോട് വന്ന് പറഞ്ഞ് അമ്മ ഞാൻ ഫസ്റ്റിൽ എഴുതുമ്പോൾ തന്നെ എൻ്റെ മകൾക്ക് ഒരു വഴിയായിരുന്നു, 70 വർഷം കൊണ്ട് കിട്ടാതിരുന്ന ഒരു വഴി, അത് സാക്ഷാത്കരിച്ച് എനിക്ക് കിട്ടി. അതിനുശേഷം എല്ലാ മാസങ്ങളിലും ഞാൻ വരും. പിന്നെ അതേപോലെ തന്നെ മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം എൻ്റെ സാക്ഷ്യം കേട്ടിട്ട് ഒരുപാട് പേര് എന്നെ വന്ന് കാണുകയും കാര്യങ്ങൾ ചോദിക്കുകയും എല്ലാം ചെയ്യും. അപ്പോഴെല്ലാം ഞാൻ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം കൊടുക്കും. അപ്പോൾ ആ പറഞ്ഞതിന് ശേഷം അവർക്ക് കിട്ടുന്ന കാര്യങ്ങൾ കിട്ടിയാൽ ഉടൻ തന്നെ അവരെ എന്നെ അറിയിക്കും. അപ്പോൾ ഞാൻ വീണ്ടും വരും. ഒരാഴ്ച തന്നെ 3 പ്രാവശ്യം വരെ വരാറുണ്ട്. അപ്പോൾ എനിക്ക് 2ാമത് ഇപ്പം കിട്ടിയെന്ന് പറയുന്നത് എപ്പോഴും അമ്മയുടെ സാന്നിധ്യം എൻ്റെ വീട്ടിലുണ്ട്. ഞാൻ 5ാമതായി 6ാമതൊരു കോളം കിടക്കുമ്പം ഫസ്റ്റിലെ വരുമ്പോൾ എനിക്കറിയത്തില്ല എങ്കിൽ പോലും ഞാൻ അതിലെഴുതിയിരുന്നത് എനിക്കെന്നും ജീവിതത്തിൽ അമ്മയുടെ സാക്ഷ്യം പറയാനും അത് എവിടെ ഏത് രാജ്യത്ത് എപ്പോഴും വേണമെങ്കിലും പറയാനുമുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാകണമെന്നായിരുന്നു. അത് ഞാൻ ഈ 25 മാസമായി ഇപ്പം 25 സാക്ഷ്യം ഞാൻ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതിലൊക്കെ ഒരുപാട് സാക്ഷ്യങ്ങൾ, അത് അസാധ്യമായ സാക്ഷ്യങ്ങളാണ് കിട്ടിയേക്കുന്നത്. അതിലല്ലാതെ തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് സാധിച്ച് തമ്പുരാൻ തന്നിട്ടുണ്ട്. ഒന്ന്, എനിക്ക് കൈയുടെ പെരുപ്പായിരുന്നു. വർഷങ്ങൾ കൊണ്ട് എൻ്റെ ഈ കൈ കൊണ്ട് എനിക്കൊന്നും പിടിക്കാൻ പറ്റത്തില്ലായിരുന്നു, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ബസ് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. 25 വർഷം കൊണ്ട് ഞാനത് അനുഭവിച്ചുകൊണ്ടിരുന്നതായിരുന്നു. അത് എൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് ഞാൻ വരുന്ന സമയത്ത് എനിക്കിങ്ങനെ തൈലവും ഉപ്പും തേനും എല്ലാം കിട്ടി. ഞാൻ അതെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയി. അങ്ങനെ ഞാൻ അതെല്ലാം ഉപയോഗിക്കാൻ തുടങ്ങിയപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, 1 മാസം കഴിഞ്ഞിടം മുതൽ എനിക്കത് പൂർണ്ണമായും മാറി. അങ്ങനെ എൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ എൻ്റെ കൈകൊണ്ട് സാധ്യമായി. അതിനോടൊപ്പം തന്നെ എനിക്ക് വേറൊരു അസുഖം ഉണ്ടായിരുന്നു. എനിക്ക് ഒരു 12 വർഷം കൊണ്ട് ഞാൻ, അതായത് എൻ്റെ ഈ പൊന്നുമോനെ പ്രസവിച്ച അവൻ്റെ അമ്മ പ്രസവിച്ച സമയം മുതൽ, എൻ്റെ മൂത്ത മകളുടെ കുഞ്ഞാണിത്, ആ സമയത്ത് ടെൻഷൻ ഉണ്ടായിട്ടാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല, എനിക്കൊരു അർസസ് പോലെ ഒരു അസുഖം ഉണ്ടായി. അപ്പം ഞാൻ എന്നും നമുക്ക് ബാത്റൂമിൽ പോകുമ്പോൾ അപ്പിയുടെ കൂടെ ബ്ലഡ് പോകും. അപ്പോൾ ഞാനിത് ആരോടും പറയാറില്ല. അങ്ങനെ ഇരുന്നിരുന്ന നാളുകൾ കഴിഞ്ഞപ്പം ഞാൻ കൊച്ചുങ്ങളോടൊക്കെ പറയാൻ തുടങ്ങി. അപ്പോൾ അവരെന്നോട് പറയും, അമ്മ ഡോക്ടറെ കാണണം, ഇങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല എന്നൊക്കെ പറയും. അങ്ങനെ എനിക്കത് അങ്ങനെ ഒരു തോന്നിയില്ല, അങ്ങനെ ഒരു വിഷമമായിട്ട് എനിക്ക് തോന്നിയില്ല. അങ്ങനെ ഞാൻ 2 വർഷമായി ഇവിടെ വന്നതിന് ശേഷം എന്തോ എനിക്കറിയത്തില്ല, ഒരിക്കൽ പോലും പിന്നെ ഞാനത് കണ്ടിട്ടില്ല. അതായത് ഞാനാണെങ്കിൽ മത്സ്യമാംസാദികളൊന്നും കഴിക്കത്തില്ലായിരുന്നു ഇതുണ്ടായതിന് ശേഷം. എരിയുള്ള ആഹാരങ്ങളൊന്നും കഴിക്കത്തില്ല. അങ്ങനെ വളരെ ലൈറ്റായിട്ടുള്ള ആഹാരമായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ഹാപ്പിയാണ്. എനിക്ക് ഒരു അസുഖങ്ങളും ഇല്ല. എല്ലാ ദിവസങ്ങളും ഞാൻ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കും. കാരണം എല്ലാ ദിവസവും രാവിലെ, ഇപ്പോഴാണ് നമുക്ക് ഡെയിലി ബ്രെഡ് കിട്ടിയത്, അതിന് മുമ്പ് തന്നെ ഞാൻ എല്ലാ ദിവസവും 4 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് എൻ്റെ കൃപാസന ബുക്ക് കിട്ടിയപ്പം എനിക്കൊന്നും ഒരു പാടായിട്ട് തോന്നിയില്ല. കാരണം ദാനം, കൃപ, ദയ, സ്നേഹം ഇതെല്ലാം എന്നിലും എൻ്റെ മക്കളിലും കടന്നു കൂട്ടിയിട്ടുള്ളതായിരുന്നു. അതുകൊണ്ട് എനിക്കിത് വായിച്ചപ്പോൾ എനിക്കിതൊന്നും ഒരു അപാരമായിട്ട് തോന്നിയില്ല. അയ്യോ സന്തോഷമായല്ലോ എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിനകത്തുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ നേർച്ച വസ്തുക്കൾ കിട്ടിയതിന് ശേഷം എല്ലാ ദിവസവും കാലത്തെ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് കുരിശ് വരയ്ക്കും, തൈലമെടുത്ത് കുരിശ് വരയ്ക്കും. ആ ഉപ്പ് എൻ്റെ നാക്കിൽ എല്ലാ ദിവസവും കാലത്തും വൈകിട്ടും കഴിക്കും. അതിനോടൊപ്പം തന്നെ കിടക്കുമ്പം ഇന്ന് വൈകുന്നേരം വരെ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എൻ്റെ മക്കൾക്കും എൻ്റെ കൊച്ചുമക്കൾക്കും അതേപോലെ തന്നെ ഞാൻ സ്നേഹിക്കുന്ന കുറേ വ്യക്തികളെ ഞാൻ ഇവിടേക്ക് വിട്ടിട്ടുണ്ട്. ഒരുപാട് പേരെ, അതായത് തിരുവനന്തപുരം മുതൽ അങ്ങ് കോട്ടയം വരെയുള്ള വ്യക്തികൾ എനിക്കുണ്ട്, കൃപാസനത്തിലേക്ക് വന്നവർ. അപ്പോൾ അവരൊക്കെ എല്ലാം ഞാൻ പത്രം കൊടുക്കുമ്പം ഞാൻ അതിനകത്തൊരു ഞുളുക്ക് പണി ചെയ്യും. കാരണം ഞാനും എൻ്റെ മോനും കൂടാണ് പത്രം കൊണ്ടുവന്നത്. അപ്പോൾ അതിൽ എൻ്റെ ഒരു നമ്പർ എഴുതിയിട്ടേക്കും. ഞാൻ വിചാരിക്കും അവരെന്നെ ആവശ്യത്തിന് എന്തെങ്കിലും വിളിച്ചാൽ എനിക്ക് ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാമല്ലോ എന്ന്. അങ്ങനെ ഞങ്ങൾ ഒരൊറ്റ ദിവസം തന്നെ പത്രം കൊടുക്കുന്നത് 200 പത്രങ്ങളൊക്കെ ഞങ്ങൾ വേണ്ടുന്നവർക്ക് ആവശ്യപ്പെടുന്ന രീതിയിൽ. അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കത്തില്ല അന്ന് രാവിലെ. ഇന്ന് ചൊവ്വാഴ്ചയാണ്, ഉപവാസമുള്ള ദിവസമാണ്. എൻ്റെ മോനും ഒന്നും കഴിക്കത്തില്ല. അപ്പോൾ പത്രം എല്ലാം കൊടുത്തു കഴിയുമ്പോൾ ഞാൻ പറയും, മക്കളെ ഇപ്പം മണി 3 ഇനി നമ്മൾ കുടിക്കുന്ന വെള്ളം എന്തെങ്കിലും കുടിക്കാം. വേണ്ട അമ്മമ്മേ, വീട്ടിൽ ചെന്നിട്ട് കഴിച്ചാൽ മതി. അപ്പോൾ അവനെ ഞാൻ കുഞ്ഞിലെ 2 വർഷം കൊണ്ട് കൊണ്ടുവരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ,
അയാൾക്ക് ഭയങ്കര പൊരുത്തക്കേടുണ്ടായിരുന്നു. അപ്പോൾ ഈശ്വരവിശ്വാസത്തിലൂടെ എൻ്റെ മോൻ വളരണം. ഇന്നത്തെ സാഹചര്യം നമ്മൾ കുഞ്ഞുങ്ങളെ ഞങ്ങൾ പത്രം കൊടുക്കുമ്പം തന്നെ ഇയാളുടെ തോളത്താണ് ബാഗിൽ, സ്കൂൾ ബാഗിലാണ് ഇട്ടുകൊണ്ട് പോകുന്നത്. അപ്പം ഇവ ആലപ്പുഴയാണ്. തിരിച്ച് എൻ്റെ സ്ഥലത്ത് വിളിക്കും ഞാൻ. ശനിയാഴ്ച ഞായറാഴ്ച ഉള്ള ദിവസം അമ്മ ഞാൻ ഇവിടെ വരുന്നു, വീട്ടിൽ വരാനുള്ള ടൈം കിട്ടത്തില്ല. ബസ്സിൽ വന്ന് അവിടെ ഇറങ്ങും. അപ്പോൾ തന്നെ എൻ്റെ കുഞ്ഞിനെ കൊണ്ട് പോകും. അവിടെ നിന്ന് ഞങ്ങൾ അവിടെ ചെന്ന് പത്രങ്ങളെല്ലാം കൊടുത്ത് പിറ്റേ ദിവസമായിരിക്കും എൻ്റെ കുഞ്ഞിനെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരുന്നത്. അങ്ങനെ ഞങ്ങൾ പത്രം കൊടുക്കാൻ ചെല്ലുമ്പം ആൾക്കാരൊക്കെ ചോദിക്കും, ഈ മോനും പത്രം കൊടുക്കാൻ വന്നോ എന്ന് ചോദിക്കും. നിനക്ക് എന്താ അറിയാവടാ? എനിക്ക് കൃപാസനത്തിൽ എല്ലാം അറിയാമെന്ന് പറയും. അതുപോലെ തന്നെ വെക്കേഷൻ എല്ലാ വെക്കേഷനും എൻ്റെ മക്കൾ എൻ്റെ കൂടെ വരും. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇയാൾക്ക് ഒരു ചെറുനാളത്തെ ഒരു സ്കൂൾ ബാഗുണ്ട്. അതിൽ മെഴുകുതിരി അതിൽ കത്തിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, ഇവിടെ ഞാനൊരു ബുക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അത് എല്ലാം അതിനകത്തുള്ള നമ്മുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും എല്ലാം കാണാതെ അറിയാം. അതെല്ലാം പ്രാർത്ഥിക്കും. അതെൻ്റെ 4 കൊച്ചുമക്കളുണ്ട്. 4 മക്കൾക്കും അറിയാം. വേറൊരു മോനുണ്ട്, അവൻ എന്തെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി അറിഞ്ഞുകൂടാങ്കിൽ പറയും അബേൽ മറിയ എന്ന് പറഞ്ഞാണ് അയാളത് നേടിയെടുക്കുന്നതെന്ന് പറയാറുണ്ട്. അതിന് കുരുത്തക്കേട് വരുമ്പോൾ അവൻ്റെ അമ്മ ഒരു ബുക്ക് കൊടുത്തിട്ട് പറയും മോൻ കൃപാസനത്തിൽ എഴുതാൻ പറയും. അപ്പോൾ അയാൾ എഴുതി വെക്കുന്നതാണ് അമ്മയെ അനുഗ്രഹിക്കണം. അങ്ങനെ എൻ്റെ കുടുംബം മുഴുവനും ഈ കൃപാസനത്തിലെ, അതായത് ഞാൻ ഇന്ന് ഈ ഭൂമിയിൽ ഇല്ലാതെ വന്നാലും വരും. ഈ ഭൂമിയിൽ നമ്മൾ ആരും ജീവിച്ചിരിക്കത്തില്ലല്ലോ. ആ സമയത്ത് പോലും ഞാൻ എൻ്റെ അമ്മയെ ഏൽപ്പിച്ചിട്ടുണ്ട്, എൻ്റെ നാഥനെയും ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. കാരണം നാളെ അവരെ പൊന്നുപോലെ നോക്കിക്കോളും. അതുപോലെ എൻ്റെ മോന് ഇവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മമ്മ എനിക്ക് ഒരു കാര്യം എഴുതിയിടണം. ഞാൻ പറഞ്ഞു, ഇന്ന് നമ്മൾ ഉടമ്പടി എടുക്കുന്ന ദിവസമല്ലല്ലോ മോനെ. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് ഉടമ്പടി എടുക്കുന്ന ദിവസമാട്ടെ മക്കളുടെ കാര്യം ഞാൻ എഴുതാം. എന്തുവാന്ന് ചോദിച്ചു. കാര്യം അവൻ എന്നോട് പറഞ്ഞു. അത് ഞാനിപ്പോൾ പറയുന്നില്ല. എങ്കിലും അന്ന് രാത്രിയിൽ ഞാൻ സ്വപ്നം കണ്ട് എൻ്റെ അമ്മ എന്നെ സ്വപ്നം കാണിക്കുകയാണ്, നീ അത് എഴുതിയിടാഞ്ഞ എന്ത്? പെട്ടെന്ന് ഞാൻ എണീറ്റങ്ങ് കരഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ എഴുതിയിടാം. പിറ്റേ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ എഴുതി ഈ എക്കാരയിൽ ഇതിനകത്ത് കൊണ്ടുവന്ന് ഞാൻ ഇട്ടിട്ടുണ്ട്. അതാണ് അവൻ്റെ ആഗ്രഹവും. അത് അമ്മ സാധിച്ചു കൊടുക്കുമെന്ന് എനിക്കറിയാം. അങ്ങനെ ഞാൻ 2 മക്കളെയും കൊണ്ട് ഇതിൻ്റെ അനിയനുണ്ട്, ആ കുഞ്ഞിനെയും 2 പേരെയും കൊണ്ടാണ് ഞാൻ വരുന്നത്. വരുമ്പോഴെനിക്ക് ടൈം കിട്ടത്തില്ല. കൊട്ടാരക്കരയിൽ നിന്ന് ഞാൻ ഇവരുടെ വീട്ടിൽ വന്ന് കൊണ്ടുവരാൻ പറ്റത്തില്ല. അവൻ്റെ അമ്മ ഒരു ഓട്ടോയിൽ എന്നെ സ്റ്റാൻഡിൽ കൊണ്ട് ഇവരെ 2 പേരെയും കൊണ്ടുവിടും. ഈ അനിയൻ ഇന്ന് വന്നില്ല, കാരണം അവൻ്റെ അമ്മയ്ക്ക് ഇന്നൊരു കൂട്ടിന് അവിടെ ആരുമില്ല. അതുകൊണ്ടാണ് വരാഞ്ഞത്. ഇവിടെ വരും. ആഴ്ചയിൽ ഞങ്ങൾ 2-3 പ്രാവശ്യം വരും. വരുമ്പോഴെല്ലാം എന്നോട് പറയും എനിക്ക് എന്തെങ്കിലും ഒരു സഹായം ഇവിടെ ചെയ്യണം അമ്മയെന്ന് പറയും. അപ്പം ഞങ്ങൾ പത്രം കൊടുക്കുന്നിടത്ത് കൊണ്ടുവന്ന് 2 കൊച്ചുങ്ങളും കൂടെ ചെന്ന് ചോദിച്ചിട്ട് പത്രം കൊടുക്കട്ടോ എന്ന് പാക്ക് ചെയ്യട്ടോ എന്ന് ചോദിക്കും. അപ്പോൾ 1-2 ദിവസം അവരെ സഹായിച്ച്. ഇപ്പോൾ പറയും ക്യാമറ ഉണ്ടായതുകൊണ്ട് പറ്റത്തില്ല. അപ്പോൾ അവർ ചോദിക്കും നീ എന്നും ഇവിടെ തന്നെയാണോ താമസിക്കുന്നത് എന്ന് ചോദിക്കും. കാരണം നമുക്ക് ആർക്കെങ്കിലും എനിക്കൊരു അത്ഭുതം സംഭവിച്ചു കൊടുക്കുമ്പം ഞങ്ങൾ ആ ആഴ്ച തന്നെ ഞാൻ പറയും ഇല്ല ഞാൻ പോവുക, ഞാൻ പോയി തിരക്കിയിട്ട് ഞാൻ അമ്മയെ അടുത്തുനിന്ന് കണ്ട് എനിക്ക് അവർക്ക് കിട്ടുന്നതിനെക്കാട്ടി മുമ്പേ അമ്മയോട് ഞാൻ ചെന്ന് രഹസ്യമായിട്ട് അത് ഞാൻ പറഞ്ഞിട്ട് വരട്ടെ, അവർ പിന്നെ അത് പരസ്യമാക്കിക്കോളുമല്ലോ എന്ന് പറയും. പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ ഭർത്താവിന് നല്ല സുഖമില്ല എന്ന് വെച്ചാൽ ആരോഗ്യപരമായിട്ട് അദ്ദേഹത്തെ കണ്ടാൽ ഒരു കുഴപ്പമില്ല. ഡിസ്കിന് അകൽച്ചയായിരുന്നു. അദ്ദേഹത്തിന് കുന്താലി എടുക്കാനോ മമ്മട്ടി എടുക്കാനോ അറിയത്തുമില്ല. അങ്ങനെയൊന്നുമുള്ള ജോലി ചെയ്യാൻ പാടുമായിരുന്നു. അത് പോയിട്ട് ഞാൻ ഈ കൃപാസനത്തിൽ വന്നതിന് ശേഷം നടുവേദനയാണെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ ഞാൻ നമ്മുടെ ഈ തൈലം നടുവിന് തൊട്ട് ഞാൻ കുരിശ് വരയ്ക്കും. അങ്ങനെ പരിപൂർണമായിട്ടും അദ്ദേഹത്തിൻ്റെ നടുവേദന മാറി. പിന്നെ കുറച്ച് നാൾ മുമ്പ് എന്നോട് പറഞ്ഞപ്പോൾ 2 മാസമായുള്ളൂ എൻ്റെ കൈ പൊങ്ങുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു എന്താ എന്നോട് പറയാഞ്ഞത്, ഒന്ന് പൊക്കിയേ. അപ്പോൾ ഇങ്ങനെ കാണിച്ച്. അപ്പം ഞാൻ പെട്ടെന്ന് ഇതെടുത്തുകൊണ്ടിരുന്ന് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട്, അതെപ്പോഴും ചൊല്ലുന്നതാണ്, വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് ഞാൻ ഇത് പുരട്ടി. അപ്പോൾ ഇന്നലെ ഞാൻ ഇവിടോട്ട് വരുവാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ചേട്ടാ കൈയൊന്ന് പൊക്കി, വേദന വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. അദ്ദേഹം അറിഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അസുഖം പോയ കാര്യം. അപ്പോൾ എന്നിട്ട് ഒരു 6 മാസത്തിന് മുമ്പ് എന്നോട് പറഞ്ഞു എനിക്ക് ഭയങ്കര മണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഈ മക്കളുണ്ട് അവിടെ. അപ്പോൾ ഞാൻ ചോദിച്ചു ക്രിസ്മസ് അവധിയാണ്. ഞാൻ ചോദിച്ചു മോന് മണമുണ്ടോ? ഇല്ല, എനിക്കുമില്ല. അദ്ദേഹത്തിന് സഹിക്കാൻ വയ്യാത്ത മുല്ലപ്പൂ മണം. പക്ഷേ മുല്ലപ്പൂവിൻ്റെ മണം അദ്ദേഹത്തിന് ഒരു അലർജി ആയിരുന്നു. ഞാൻ പിച്ചിപ്പൂവോ മുല്ലപ്പൂ വെച്ചാൽ പറയും തുമ്മും. അതിനുശേഷവും അദ്ദേഹത്തിന് വീണ്ടും മുല്ലപ്പൂവിൻ്റെ മണം അനുഭവപ്പെട്ട് കഴിഞ്ഞ 2 ദിവസത്തേക്ക് മുമ്പ് ഞാൻ ഇവിടെ വരുന്നതിന് ഇന്നലത്തെ തലേ ദിവസം എന്നോട് പറഞ്ഞ് എനിക്ക് ഭയങ്കരമായിട്ട് മുല്ലപ്പൂ വേണം. അദ്ദേഹം അങ്ങനെ ഒന്നും പറയുന്ന ഒരു വ്യക്തിയല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ അമ്മ വന്നതാണ്. യഥാർത്ഥത്തിൽ അന്ന് 23 ആയിരുന്നു. ഞാൻ അന്ന് വരാനിരുന്നതാണ് ആ ഞായറാഴ്ച. അപ്പോൾ എൻ്റെ 2 വർഷം തികയുന്ന ദിവസം 25 മാസം. അപ്പം ഞാൻ വരാനിരുന്നപ്പോൾ എനിക്കൊരു നമ്മുടെ വീട്ടിൽ അമ്പലത്തിലെ പറയിടിയിൽ വരുന്നു. അപ്പോൾ പറയിടണം. അപ്പോൾ അതിനുകൊണ്ട് വരാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് അന്ന് ഞാൻ വരാതെ പോയത്. ഇല്ലെങ്കിൽ ആ ദിവസം വരണ്ടേ. ആ പോയി കുറച്ച് സമയം കഴിഞ്ഞപ്പം ചേട്ടൻ്റെ ശരീരത്ത് മുല്ലപ്പൂവിൻ്റെ മണം ഭയങ്കരമായിട്ട് എനിക്ക് മണം അടിക്കും. ഞാൻ പറഞ്ഞു ഇല്ല നാളെ ഞാൻ പോയിക്കോളാം. അപ്പം ഞാൻ മോളോട് പറഞ്ഞു അമ്മേ നാളെ വരും, അപ്പോൾ ഇയാൾക്ക് പരീക്ഷയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു പരീക്ഷ തീരട്ടെ മോളെ, ഞാനും മോനും കൂടെ വന്നോളാം. അങ്ങനെയാണ് ഞങ്ങൾ ഇന്ന് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഓരോ ദിവസവും എണ്ണും. ഇത്ര ദിവസമായി അമ്മേ, ഇത്ര മാസമായി അമ്മേ. അങ്ങനെ 10ാമത്തെ മാസം ഡിസംബർ മാസം 22-ാം തീയതി ഞാൻ എന്ന് സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കും.
പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ അമ്മയോട് പറഞ്ഞ് കഴിഞ്ഞ മാസം 9 മാസം, ഈ മാസം 10 മാസം. 10 മാസം ആകുമ്പം എന്താണെന്ന് അമ്മയ്ക്ക് അറിയാമല്ലോ, അമ്മയിൽ തന്നെ പ്രസവിക്കുന്ന ദിവസം, ആരും ചോദിക്കുന്ന ഒരു ചോദ്യമല്ല. പക്ഷെ എനിക്ക് അങ്ങനെ അങ്ങ് തോന്നി, എന്തോ എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു സന്തോഷമാണ്. ആ സന്തോഷം എന്ന് പറഞ്ഞാൽ 2 വർഷം കൊണ്ടുള്ള സന്തോഷം ഒരാളോട് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഒന്നെന്ന് പറഞ്ഞാൽ എങ്ങനെ ഹോസ്പിറ്റലുകളിലെങ്ങും പോകുന്നില്ല, ആരും എൻ്റെ മക്കളോ കൊച്ചുമക്കളോ ആരും പോകുന്നില്ല. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു, ഞാനൊരു തമാശയായിട്ട് പറഞ്ഞാണെങ്കിൽ പോലും അമ്മയോട് ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, അമ്മയെ ഇന്ന് 10 മാസമാണ്, ഇന്ന് അമ്മ എന്നെ പ്രസവിക്കുന്ന ദിവസമാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ഉറക്കം വരിക. അപ്പോൾ ആ മുറി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മുറി തന്നെ ഒരു കട്ടിലുണ്ട്, ഞാൻ അങ്ങോട്ട് കയറി അവിടെ കിടന്നു. അപ്പോൾ എനിക്ക് നല്ല ഉറക്കം വന്നു. അപ്പം ഞാനങ്ങ് ഉറങ്ങി. അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു സ്വപ്നം, എൻ്റെ അടുത്തൊരു കുഞ്ഞിനെ കൊണ്ടുവന്ന് കിടത്തുക. അപ്പം ഞാൻ മായ്ച്ചിട്ടേക്കുക. അപ്പം എൻ്റെ കഴുത്തിലിങ്ങനെ നല്ല മാംസമായ ഭാഗം എന്നെ അങ്ങ് തട്ടി എൻ്റെ 4 കൊച്ചുമക്കളെയും ഞാൻ വിളിച്ചു. 4 പേരെയും പേര് വിളിച്ചു. അർജുനാണോ? അല്ലല്ലോ. അനവധിയാണോ? അല്ലല്ലോ. പിന്നെ ഇത് ആരാ? ഇത് പിന്നെ മാധവാണോ? ഇനി ആര് കുഞ്ഞ്? ഈ 4 കുഞ്ഞുങ്ങളെയും ഞാൻ വിളിച്ചു. അഭിനന്ദാണോ? അല്ല. 4 പേരെയും വിളിച്ചു കഴിയുമ്പോൾ ഞാൻ ചോദിക്കുക, ഇപ്പോൾ എൻ്റെ അടുത്ത് പിന്നെ കുഞ്ഞാണ്. പെട്ടെന്ന് തന്നെ അമ്മ എൻ്റെ അടുത്തോട്ട് വന്ന് ഈ കുഞ്ഞിനെ ഇങ്ങനെ ചാരി എൻ്റെ ചെള്ളലോട്ട് ഇങ്ങനെ പിടിപ്പിക്കുക. അപ്പോൾ ഞാൻ പറയും, ഞാൻ കണ്ണു തുറക്കത്തില്ല, എനിക്ക് അമ്മയെ കണ്ടോണ്ടിരിക്കണം എന്ന് പറയുകയും ഞാനങ്ങ് കണ്ണു തുറന്ന്. അപ്പോഴെനിക്ക് ആലപ്പുഴ കടൽ തീരം ഞാൻ കണ്ടിട്ടുണ്ട്. ഇവരുടെ വീട് ആലപ്പുഴ ആയതുകൊണ്ട് ഞാനവിടെ ബീച്ചിലൊക്കെ പോയിട്ടുണ്ട്, ഇവരുടെ കൂടെ പോയിട്ടുണ്ട്. അപ്പോഴും ഞാൻ കാണുന്നത് എന്താണ്, അമ്മ ഇങ്ങനെ ഇല്ലേ മാലാഖ പോകുന്നത് പോലെ മേലങ്കി ഇങ്ങനെ പറത്തി മണലും പുറകെ പറന്നു പോകുന്നത് പോലെ അത് ഒരിക്കലും ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് പോകത്തില്ല. ഓരോ ചലനങ്ങളും അങ്ങനെ ഞാൻ അമ്മയെ ഞാൻ കുഞ്ഞാണെന്ന് പറഞ്ഞ് എൻ്റെ കുഞ്ഞിനെ അടുത്തുകൊണ്ട് കിടത്തി തന്നിട്ട് പോയി. അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് 2 സ്വപ്നം എൻ്റെ മോന് വേണ്ടിയിട്ടും അങ്ങനെ ഒരു സ്വപ്നവും ഞാൻ കണ്ട്. പിന്നെ ഒരുപാട് അനുഗ്രഹങ്ങളാണ്. പിന്നെ എൻ്റെ മകളുടെ വീട്ടിൽ ഒരു കുഴൽക്കിണർ താക്കണമായിരുന്നു. അപ്പോൾ മണലാണ് അവിടെ, ആലപ്പുഴയാണല്ലോ. അപ്പോൾ അവർക്ക് പൈപ്പ് വെള്ളമുണ്ട്, മോളുടെ വേറൊരു വീട്ടിലേക്കാണ്. അപ്പം ആ വീട് വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് കിണറിലെ വെള്ളം വേണം. അപ്പോൾ ഇവർ പറഞ്ഞു വേണ്ട, ഇപ്പം ഇനി ഇവിടെ ആരും ഇല്ല, അതുകൊണ്ട് സാധിക്കുന്നില്ല, പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു കിണർ താക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെന്ന് കിണർ താത്ത് ആവശ്യത്തിനുള്ള പൈപ്പ് അവർ പറഞ്ഞ് ഇത്ര വേണമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് പൈപ്പ് താത്തിട്ടൊന്നും വെള്ളം കാണുന്നില്ല. ഒരു ദിവസം താത്ത്, 2 ദിവസം താത്ത്, 3ാമത്തെ ദിവസമായപ്പം അവളെന്നെ വിളിച്ച് പറഞ്ഞു, അമ്മേ ഈ പൈപ്പ് ഇത്രയും താത്തിട്ടും വെള്ളം കാണുന്നില്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റും? ചേട്ടന് ഭയങ്കരമായിട്ട് ദേഷ്യം വരും, ചെയ്യത്തില്ലെന്ന് പറഞ്ഞൊരു കാര്യമാണ്, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, മോളെ ഇന്ന് 3 മണി വരെ അവർ ചെയ്യത്തുള്ളൂ. ഞാൻ പറഞ്ഞു, മക്കളെ 3 മണി വരെ സമയമുണ്ടല്ലോ, അമ്മ എൻ്റെ കിണറ്റിൽ ഈ ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിക്കാം, ഒരുപാട് പേർക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് അമ്മ ഇങ്ങനെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ അമ്മേ എന്നും പറഞ്ഞ് നടന്ന് വിളിച്ച് അതിലിട്ട് 3 മണിയായപ്പം വെള്ളം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ് അതൊരു ചൊവ്വാഴ്ച ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, കണ്ടോ കൃപാസനത്തിലെ അമ്മ ഇന്നത്തെ ദിവസം നമുക്ക് പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്, അങ്ങനെ കിട്ടിയതാ മക്കളെ. ഇതുപോലെ ഉപരിയായിട്ട് അവർ പറയുക, അടുത്ത സ്ഥലത്തെങ്ങും ഇത്രയും ശുദ്ധമായ തെളിഞ്ഞ വെള്ളം കിട്ടിയിട്ടില്ല, അവിടെ ഇച്ചിരി കലക്കലുള്ള വെള്ളമാണ്. അങ്ങനെ നല്ല ശുദ്ധമായ വെള്ളം എൻ്റെ മോക്ക് ആ ഉപ്പിട്ട് കിട്ടിയതിലൂടെ ഞാൻ കിട്ടി. അതുപോലെ തന്നെ അവിടെ അടുത്തൊരു സ്ഥലം മേടിക്കണമായിരുന്നു. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, അമ്മേ എൻ്റെ വീടിനടുത്ത് കിടക്കുന്ന ഈ സ്ഥലം ഞങ്ങൾക്ക് മേടിക്കണം, ഒരു കൊച്ചു വീടും ഉണ്ടായിരുന്നു, ഇത്ര ലക്ഷം രൂപയ്ക്ക് പണ്ട് എൻ്റെ കല്യാണ സമയത്ത് തരാമെന്ന് പറഞ്ഞതാണ്. അമ്മേ സാധിക്കാത്ത കാര്യങ്ങളല്ലേ മാതാവ് സാധിച്ചു തരുന്നത്, ഇതൊരു അസാധ്യമായ കാര്യമാണ്, ഇത് സാധിച്ചു തരുമോ അമ്മേ? ഞാൻ തീർച്ചയായിട്ടും മക്കളെ സാധിച്ചു തരും. അപ്പം ഞാനെന്നാൽ പ്രാർത്ഥിക്കാം, മോള് പ്രാർത്ഥിക്കരുത്. അവളാണെങ്കിൽ എല്ലാം എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, കൃപാസന അമ്മ സാധിച്ചു തരും. അപ്പോൾ അവൾ എനിക്കൊരു തുക വന്നിട്ട് പറഞ്ഞ്, ഈ തുകയ്ക്ക് കിട്ടണം, അതിൽ 1 രൂപ പോലും അധികം കൊടുത്ത് എനിക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ്. ശരി, അപ്പോൾ അത് 25 ലക്ഷം രൂപയാണ്, എഴുത്ത് സഹിതം 25 ലക്ഷം രൂപയ്ക്ക് കിട്ടണം. അതുപോലെ തന്നെ അമ്മ അത് 25 ലക്ഷം രൂപയ്ക്ക് എൻ്റെ മോക്ക് ആ സ്ഥലം കൊടുത്ത്. അങ്ങനെ അവിടെ മുറ്റത്ത് തന്നെയാണ് ആ സ്ഥലം കിട്ടിയേക്കുന്നത്. ഭയങ്കര സന്തോഷമായി, ഒരിക്കലും സാധിക്കാത്ത ഒരു കാര്യമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ മകൻ്റെ ഒരു പ്രമാണം കാണാതെ പോയി, അതൊരു ലോൺ വെക്കണമായിരുന്നു. അങ്ങനെ ഇത് എവിടെ കൊണ്ട് വെച്ച് എല്ലായിടും നോക്കി കാണുന്നില്ല. അവസാനം ഒരു രക്ഷയില്ല. മനുഷ്യനോട് ചോദിക്കും, അവിടെ ഭർത്താവിനോട് മോളോട് ചോദിക്കും, മോളെ എടേ അയാൾ ഇവിടെ കൊണ്ട് വെച്ചതാ, ഞാനങ്ങ് കൊണ്ട് വെച്ചിട്ടില്ല, ഇത് എവിടെങ്കിലും കൊണ്ട് വെച്ചതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അവസാനം പത്രത്തിൽ കൊടുക്കാം, പൈസ ചിലവായാലും വേണ്ടുമില്ല, പ്രമാണമില്ലാതെ നമുക്കൊന്നും നടക്കത്തില്ലല്ലോ. അങ്ങനെ അത് പത്രത്തിൽ കൊടുക്കാം എന്ന് തീരുമാനിച്ച് എല്ലാം ഇരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, നമുക്ക് കൃപാസനത്തിലൊന്ന് പ്രാർത്ഥിച്ചാലോ മോളെ? ശരി അമ്മ എന്നാൽ പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കൃപാസനത്തിൽ പ്രാർത്ഥിച്ച് ഞാൻ അതിനായിട്ടായിട്ട് ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ തിരിച്ചവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ മോള് പറയുകയാണ്, അമ്മേ ഒരു സ്വപ്നം പോലെ തോന്നി, ഒരു വക്കീലിനെ വിളിച്ച് നമ്മുടെ വഴി പ്രശ്നത്തിനായിട്ട് ഒരു വക്കീലിൻ്റെ കയ്യിൽ നമ്മൾ ഈ പ്രമാണമൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇങ്ങോട്ട് വരുന്ന വഴി ഇങ്ങനെ എന്നൊക്കെ, അപ്പോൾ നമുക്ക് വഴി കിട്ടാൻ വേണ്ടിയുള്ളത്. അപ്പോൾ അങ്ങനെ എന്തായാലും പിന്നെ ആ വക്കീൽ വിളിച്ച് പറഞ്ഞ് ശരി, കാരണം ജോലി സ്ഥലത്ത് നിന്നുകൊണ്ടാണ് വിളിക്കുന്നത്, പ്രമാണം ഇവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 2.5 വർഷത്തിന് മുമ്പ് കൊണ്ടുവച്ച പ്രമാണം എൻ്റെ അമ്മ അങ്ങനെ കാണിച്ചു തന്ന്, അതിനകത്തൊരു ഭയങ്കരമായ എൻ്റെ അമ്മയും എൻ്റെ യേശുനാഥനും ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഹാപ്പി എന്ന് വെച്ചാലും മാനസികമായി ഭയങ്കര സന്തോഷം. എൻ്റെ വീടിൻ്റെ മുറ്റിൽ ഭയങ്കര മഴയത്ത്
ഈ അടുത്ത സമയത്താണ് ഒരു 2-3 മാസമേ ആയുള്ളൂ. പെട്ടെന്നൊരു മഴയുണ്ടായി. റോഡിലെ സകല എല്ലാ പോസ്റ്റുകളും ഉരുണ്ട് വീണ്. ആ സമയത്ത് രാത്രിയിൽ ഒരു തേക്ക് ഞങ്ങളുടെ മുറ്റത്ത് അങ്ങേയറ്റം നിന്ന് തേക്കാം. ആ തേക്കൊണ്ട് പിഴുത് വന്ന് നമ്മുടെ പുരയുടെ മണ്ടയിൽ അങ്ങ് വീണതുമല്ല, ഞാനും എൻ്റെ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പറയുവാണ്, കല്ല് വാരി എറിയുന്ന ഒരു സൗണ്ട് ഇതേ ഞാൻ കേട്ടുള്ളൂ. പക്ഷേ പെട്ടെന്ന് ഞാൻ പറയും, ചേട്ടൻ ഒന്ന് എണീറ്റേ, എന്തോ എല്ലാവരും കല്ല് വാരി എറിഞ്ഞാണോ? ചെന്ന് നോക്കിയപ്പോൾ എന്താ, തേക്ക് പിഴുത് വന്ന് നമ്മുടെ പുരയുടെ മണ്ടയിൽ വന്ന് ഞങ്ങൾക്ക് ഓടിട്ട ഒരു കൊച്ചു വീടാണ്. അതിൻ്റെ മുകളിൽ ഒരൊറ്റ ഓടി തങ്ങി. ആൾക്കാരെല്ലാം നേരം വെളുത്തപ്പോൾ ഓടി വരുക, പ്രസാദിൻ്റെ വീട്ടിൽ തേക്ക് വീണ് എന്തോ വലിയ അപകടം. ഇങ്ങേറ്റം പഞ്ചായത്ത് മെമ്പറും വിളിച്ചുകൊണ്ട് വരുന്ന വില്ലേജ് ഓഫീസറെ വരെ അവിടെ കൊണ്ടുവന്നപ്പോഴെന്താ എല്ലാവരും നിന്ന് അതിശയിക്കുവാണ്. ഒരു കുഴപ്പവും ഇല്ലാതെ ആ തേക്കെ തന്നെ കയറി നിന്നും കൊണ്ട് ഏണി വെച്ച് അതേ കയറി നിന്ന് ആ മുകളിലത്തെ ഒരൊറ്റ ഓട് പോലും എൻ്റെ അമ്മ പൊട്ടിച്ചില്ല. അതായത് നിൽക്കാൻ വേണ്ടി കമ്പിയാണ് പട്ടിയലിന് പാരയിട്ടേക്കുന്നത്. അവിടെ നിന്നും കൊണ്ട് 2 കമത്തോട് മാറ്റി എടുത്ത് അവിടെ നിന്നും കൊണ്ട് ആ തേക്കിനെ മൊത്തം മിഷൻ വാൾ വെച്ച് ആർത്താർത്ത് മാറ്റി പിന്നെ ആ തടി മാറ്റിയെടുത്ത്. അത് ഞാൻ ഫോട്ടോ എടുത്ത് എൻ്റെ മൊബൈലിനകത്ത് ഇട്ടിട്ടുണ്ട്. അതൊന്ന് ലോകത്ത് ആര് കണ്ടാലും നമുക്കൊരു അതിശയമായിട്ട് തോന്നും. അങ്ങനെ അമ്മയുടെ സായുജ്യം എപ്പോഴും ഉണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഫുൾ ടൈം ഈ 2 വർഷം കൊണ്ട് അച്ഛൻ്റെ ധ്യാനം ഒരു 10 പ്രാവശ്യമെങ്കിലും കേൾക്കാതെ ഞാൻ ഇരിക്കത്തില്ല. എപ്പോഴും എൻ്റെ ഭർത്താവിനോട് ഫോൺ പൊട്ടി, ഇനി അടുത്ത ഫോൺ മേടിക്കണം. ഞാൻ പറയും തരും, കൃപാസന മാതാവ് ഞാൻ എന്ത് ചോദിച്ചാലും തരും, എനിക്ക് ഫോണും തരും എന്ന് പറയും. അങ്ങനെ ഞാൻ ഫുൾ ടൈം അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, നമ്മൾ അച്ഛനെയാണ് പറയേണ്ടത്. നമുക്ക് ഇങ്ങനെ ഒരു അൾത്താര, ഈ ഒരു അൾത്താരയിൽ അദ്ദേഹത്തിൻ്റെ 38 വർഷത്തെ അധ്വാനത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെ അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ് ഇന്ന് നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ഒന്നും ഇല്ലാത്തവർ ഇവിടെ വന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം കോരി വാരി നമുക്ക് തരാനുള്ള ഭാഗ്യം ഉണ്ടായത്. ഞാൻ എപ്പോഴും ചിന്തിക്കും, ദൈവമേ അദ്ദേഹത്തിന് ഒരാപത്തും ഉണ്ടാവാതെ എത്രയോ കാലങ്ങൾ ജീവിക്കണേ എന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ അത്യാഗ്രഹമല്ല, എൻ്റെ ആഗ്രഹമാണ്. കാരണം നിരപരാധികളായ വ്യക്തികൾക്കാണ് ഈ കാര്യങ്ങളെല്ലാം നേടിക്കൊടുക്കാൻ പറ്റുന്നത്. ഇങ്ങനെ ഒരു അൾത്താര നമുക്ക് കിട്ടിയത്. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കും. പിന്നെ സാക്ഷ്യങ്ങൾ എപ്പോഴും സാക്ഷ്യം കേൾക്കും. എൻ്റെ എല്ലാ ജോലിയുടെ കൂടെയും തന്നെത്താൻ എൻ്റെ ഫോണിനറിയാം എനിക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് തന്നെ ഒന്നിക്കും. അപ്പോൾ ഞാൻ അകത്തോട്ട് പോകും. അല്ലാതെ എല്ലാ ജോലിയും, എനിക്ക് 2 പശുവാണ് ഞങ്ങളുടെ നിത്യജീവിതം. അതിന് വേണ്ടിയിട്ട് എന്തോത്തിന് പോയാലും, ആ പശുവിന് കാട് കൊടുക്കാൻ പോയാലും, പോച്ച പറിക്കാൻ പോയാലും, എല്ലാ ജോലിക്ക് പോയാലും ആ ഫോൺ എപ്പോഴും ഞാൻ സാക്ഷ്യം കേട്ടോണ്ടിരിക്കും. എൻ്റെ കേൾക്കാത്ത സാക്ഷ്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ 2, 3, 5 തവണ കേട്ട സാക്ഷ്യങ്ങളാണ് എല്ലാം ഉള്ളത്. പിന്നെ ഒരുപാട് പേരുടെ സാക്ഷ്യം എന്നെ അട്രാക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ എൻ്റെ തമ്പുരാന് ഞാൻ എന്ത് ചോദിച്ചാലും തരുന്ന തമ്പുരാനാണ്. എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനിയും പറയാൻ. എന്ന് വെച്ചാൽ എൻ്റെ സ്ഥലത്തുള്ള ഒരുപാട് വ്യക്തികൾക്ക് കുട്ടികളില്ലാത്തവരുണ്ട്, കുഞ്ഞുങ്ങൾക്ക് തലയ്ക്ക് മുഴയുള്ളവരുണ്ട്. അവരെല്ലാം ഇവിടെ വന്ന് ഒരു മാസത്തിൽ 2 പേരെങ്കിലും വന്ന് ഉടമ്പടി എടുക്കും എൻ്റെ വാക്കുകൾ കേട്ടിട്ട്. പിന്നെ അതുപോലെ തന്നെ പത്രം കൊടുക്കാൻ പോകുമ്പോൾ ഞങ്ങൾ ചുമ്മാ പത്രം കൊടുത്തിട്ട് പോരത്തില്ല. അവിടെ നിന്ന് ഞങ്ങൾക്കുണ്ടായ അനുഭവങ്ങളും പറഞ്ഞ് തമ്പുരാൻ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ മറ്റൊന്നും പറയുമല്ല, ഞാൻ ഹിന്ദുക്കൾക്കാണ് കൊടുക്കുന്നത്. മറ്റുള്ളവർക്ക് യേശുവിനെ അറിയാം. അവർക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അവർ നമ്മളെ മൈൻഡ് ചെയ്യത്തില്ല. അതുപോലെ തന്നെ കൊച്ചു കുട്ടികൾ ആയിട്ടിരിക്കുന്നവർ, അതായത് നമ്മൾ സുഖമില്ലാത്തവർ കിടക്കുന്നവരുടെ കൈ കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അവരുടെ കൂടെ ഇരിക്കുന്ന വ്യക്തികൾക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ ജെൻസായിട്ടുള്ളവരാണെങ്കിൽ അവർ വായിക്കും. പിന്നെ ഓട്ടോക്കാർ നമ്മളോട് ചോദിച്ച് വാങ്ങിക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ പത്രങ്ങൾ കൊടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് തോന്നിയില്ല. അത് എനിക്കറിയത്തില്ല എൻ്റെ മോൻ്റെ അനുഗ്രഹമാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഒരാൾ പോലും ഞങ്ങൾ തിരിച്ച് പറയത്തില്ല വേണ്ടാന്ന്. അഥവാ പറയുന്നവരുണ്ടെങ്കിൽ എൻ്റെ മോൻ പറയും, അമ്മേ ആ ചേട്ടന് കൊടുക്കരുത്, ആ ചേട്ടൻ വായിക്കുന്ന ചേട്ടനല്ല എന്ന് പറയും. സത്യമായിട്ട് ഞാൻ പറയും, എന്നാൽ ഞാനൊന്ന് കൊടുത്ത് നോക്കട്ടെ. സത്യമായിട്ട് അവർ പറയും, ഇത് വേണ്ട ചേച്ചി അമ്മേ എന്ന് പറയും. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഇനി എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടുന്നത് പറയാനായിട്ട് എന്നും അമ്മയുടെ സാക്ഷിയായിട്ട് ഞാനിവിടെ വരാനും എൻ്റെ മക്കൾ ഒത്ത് എല്ലാവരും വരാനുള്ള ഭാഗ്യം ഉണ്ടാവണം. അതുപോലെ തന്നെ എൻ്റെ മോളൊഴിച്ച് ബാക്കി എല്ലാവരും ഇവിടെ വന്ന് ഉടമ്പടിയും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരും അമ്മയുടെയും ഈശോയുടെയും അനുഗ്രഹത്താൽ എന്നും വളരണേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വലിയ ആൾത്താരയിൽ വന്ന് എൻ്റെ ഈ ചെറിയ വാക്കുകൾ എനിക്ക് പറയാൻ തന്ന ഭാഗ്യത്തിന് 100 കോടി പ്രണാമം എൻ്റെ കൃപാസന അമ്മയ്ക്കും എൻ്റെ ഈശോനാഥനും ഞാൻ അർപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.